അവള് കേറി വരാൻ പോകുന്നതേ എന്റെ വീട്ടിലേക്കാ. മനസ്സമാധാനം കൊടുക്കില്ല ഞാൻ. കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങും. ഇറക്കിയിരിക്കും ഞാൻ. എന്തു പറ്റി ചേച്ചിക്ക്? ഒന്നുമില്ല. എനിക്ക് മനസ്സിലായി. ഞാൻ പോകുന്നതിന്റെ സങ്കടമാണോ? ദൂരേക്കൊന്നും അല്ലല്ലോ ഞാൻ പോകുന്നേ. എപ്പോ വേണമെങ്കിലും ഓടി വരാമെന്നല്ലേ ഉള്ളൂ. ചേച്ചിക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോ ഒറ്റ ഫോൺ കോൾ, അല്ലെങ്കിൽ നേരെ ഇറങ്ങി ഓട്ടോ പിടിച്ചങ്ങ് വന്നാ മതി. തീർന്നില്ലേ പ്രശ്നം? അതൊന്നും അല്ല മോളെ എന്റെ സങ്കടം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കുമ്പോ അതിന്റെ പേരിൽ ഞാൻ സങ്കടപ്പെടുവോ? പിന്നെന്താ? ഇവിടെ ഇരിക്കുന്ന ആ സ്വർണം പകുതി നിനക്കും പകുതി അനക്കയ്ക്കും തരാനിരുന്നതാ. പിന്നെ അംബികമാമിയുടെ വാശിയുടെ പേരിൽ അത് മുഴുവൻ നിനക്ക് തരാന്ന് വെച്ചു. പക്ഷേ ഇപ്പൊ അതിൽ നിന്ന് ഒരു തരിയില്ലാതെ നീ അങ്ങോട്ട് പോകുന്നേ. അതിനെന്താ പ്രശ്നം? അത് പഞ്ചരത്നത്തിലെ പൊന്നല്ലേ. അത് അംബികമ്മയുടെ കയ്യിലെത്തേണ്ട കാര്യം എന്താ? ഇനിയിപ്പോ എന്തെങ്കിലും അതിൽ നിന്നൊരു പങ്കെനിക്ക് വേണമെന്ന് തോന്നിയാ ഞാൻ ചേച്ചിയോട് ചോദിച്ചോളാം. എനിക്ക് വേണ്ടി ചേച്ചി ഇത് സൂക്ഷിച്ചു വെക്കുമെന്ന് എനിക്ക് ഉറപ്പാ. പഞ്ചരത്നത്തിലെ നിധി കാക്കുന്ന ഭൂതമല്ലേ അമൃതേച്ചി? ആ ഭൂതത്തിനല്ലാതെ വേറെ ആരെയാ ഞാൻ വിശ്വസിക്കാം? ഞാൻ നിന്നെ പേടിപ്പിക്കാൻ പറയൊന്നുമല്ല. എന്നാലും ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം. അംബികമാമിയുടെ ഭാഗത്തുനിന്നും ദിവ്യപ്രഭയുടെ ഭാഗത്തുനിന്നും നല്ലതൊന്നും പ്രതീക്ഷിക്കണ്ട. അവര് വാശി തീർക്കാൻ പരമാവധി നോക്കും. മോൾ ആ കെണിയിൽ വീഴരുത്. ഇല്ല ചേച്ചി, അങ്ങനെ പെട്ടെന്നൊന്നും എന്നെ പ്രകോപിപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. പിന്നെ എന്തുണ്ടായാലും ആകാശേട്ടനും അമ്മാവനും അവിടെ ഉണ്ടല്ലോ. അവരെന്റെ കൂടെയല്ലേ നിൽക്കൂ. അവര് മാത്രമല്ല, അച്ഛനും ഞാനും അനിയത്തിമാരും അനഘയും എല്ലാവരും നിന്റെ കൂടെയുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മോള് പറയണം. ഞങ്ങൾക്ക് സങ്കടാവുമല്ലോ എന്ന് കരുതി മോളൊന്നും ഒളിച്ചു വെക്കരുത്. ആരായി പറയുന്നേ? ബാക്കിയുള്ളവർ സങ്കടപ്പെടാതിരിക്കാൻ സർവ്വ വിഷമങ്ങളും ഒറ്റയ്ക്ക് സഹിക്കുന്ന അമൃതേച്ചിയോ? എന്തായാലും ഞാൻ അമൃതേച്ചിയെ പോലെയല്ല. തിരിച്ചടിക്കാൻ കഴിയില്ലായിരിക്കും. പക്ഷേ എല്ലാം ആരോടും പറയാതെ ഒറ്റയ്ക്ക് സഹിക്കുകയൊന്നുമില്ല. ഇറങ്ങാൻ നേരായില്ലേ? ഞാനും അച്ഛനും മാത്രമേ കൂടെ വരുന്നുള്ളൂ. കുട്ടികൾ കൂടെ വന്നാൽ പിന്നെ തിരിച്ചു പോരുമ്പോ സങ്കടാവും. എന്നാ പോകാം. കൃഷ്ണേട്ടനോട് യാത്ര പറഞ്ഞില്ലല്ലോ. അഭിയുള്ളോണ്ടാ പോയി മാറി നിൽക്കുന്നേ. അനുഗ്രഹം വാങ്ങി യാത്ര പറഞ്ഞിട്ടേ ഇറങ്ങാവൂ. കൃഷ്ണേട്ടാ, ഞാൻ അന്വേഷിച്ചു വരുമായിരുന്നു. അബീറിനുള്ളതുകൊണ്ടാ അകത്തേക്ക് വരാത്തെന്നറിയാം. പക്ഷേ കൃഷ്ണേട്ടനെ കാണാതെ എനിക്ക് പോവാൻ പറ്റൂ? ഇതൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മോളെ. അല്ല, എന്നെ മാത്രം എന്തിനാ പറയുന്നേ? ചന്ദ്രൻ സാറും അമൃതമോളും പോലും അറിഞ്ഞില്ലല്ലോ. കൃഷ്ണേട്ടന് ദേഷ്യമുണ്ടോ? എന്തിന്? ദേഷ്യമില്ല എന്ന് മാത്രമല്ല, വലിയ സന്തോഷവുമായി. സ്നേഹിക്കുന്നവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആരുടെയും അനുവാദം വേണ്ട. നിങ്ങൾ അതല്ലേ ചെയ്തുള്ളൂ. നിങ്ങളൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്ന എന്റെ സന്തോഷം. എന്തായാലും എനിക്കങ്ങനെ ഒരു ജീവിതം പറഞ്ഞിട്ടില്ലല്ലോ. കൃഷ്ണേട്ടൻ വിഷമിക്കണ്ട. കൃഷ്ണന്റെ കാര്യവും ശരിയാവും. അമൃതേച്ചിയുടെ അബീറിനെ കല്യാണം കഴിഞ്ഞ എല്ലാ പ്രശ്നവും അമൃതേച്ചി സംസാരിച്ച് ശരിയാക്കും. എന്റെ കാര്യം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ മോളെ. പക്ഷേ മോളെയും ആകാശിനെയും പോലെ മനസ്സ് നിറയെ ഇഷ്ടം കൊണ്ട് നടക്കുന്നവരാ അഭിമന്യുവും അമൃതയും. അവരുടെ കാര്യം മാത്രം ഒന്ന് തീരുമാനമാകുന്നില്ല മോളെ.
ആവും കൃഷ്ണേട്ടാ. ഞങ്ങളുടെ കാര്യത്തില് ഈശ്വരൻ ഇത്തിരി ധൃതി കൂടിയപ്പോ അവരുടെ കാര്യത്തില് കുറച്ച് പതുക്കെയാണെന്ന് കരുതിയാ മതി. മോളെ ഉപദേശിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. പക്ഷേ സ്നേഹം കൊണ്ട് പറയുക, ആകാശിനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. സ്വന്തം അമ്മയെയും ഏട്ടനെയും ഒക്കെ ധിക്കരിച്ചിട്ടാ അയാൾ ഈ തീരുമാനമെടുത്തത്. അതിനൊരു കാരണമേ ഉള്ളൂ, മോളോടുള്ള സ്നേഹം. എനിക്കറിയാം കൃഷ്ണേട്ടാ, ഞാൻ കാരണം ഒരിക്കലും ആകാശേട്ടനെ വിഷമിക്കേണ്ടി വരില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.